Okay, good morning, students. As a continuation of the yesterday's part, we are starting with the basics of business ethics. An organization should follow the following certain basic principles of business ethics. Then let us discuss what are the various basics of business ethics. Honesty. Honesty means the businessman should be honest and truthful in all their dealings. They are honest. Then integrity. Display personal integrity and courage. The ethical executives display personal integrity and the courage of their convictions by doing what they think is right, even when there is a great pressure to do otherwise. Integrity. നമ്മൾ കറേജ് ധൈര്യം ചിലവർ വർക്ക് അവർക്ക് ചെയ്യാൻ അവർ സമ്മർദ്ദം ഉണ്ടായിരിക്കാം സമ്മർദ്ദത്തിന് വഴങ്ങാതെ അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. മറ്റൊന്ന് പ്രോമിസ് കീപ്പിംഗ് ആൻഡ് ട്രസ്റ്റ് വർത്ത്നെസ്. ഫ്രാങ്ക് ആൻഡ് ഹെൽപ്ഫുൾ ഇൻ സപ്ലൈങ് ഇൻഫർമേഷൻ. വെരി ഫ്രാങ്ക്, വളരെ സുതാര്യമായിട്ട് തന്നെ നമ്മൾക്ക് ആവശ്യപ്പെട്ട ഇൻഫർമേഷനൊക്കെ പ്രൊവൈഡ് ചെയ്യുക. മറ്റൊന്ന് ലോയൽറ്റി. ദേ ആർ എക്സിക്യൂട്ടീവ് or business executives are loyal to their companies and colleagues. അവരവരുടെ ബിസിനസ്സോട് താല്പര്യമുണ്ടായിരിക്കണം, അതുപോലെ തന്നെ അവരുടെ സുഹൃത്തുക്കളോടും താല്പര്യപൂർവ്വം പെരുമാറണം. മറ്റൊന്ന് ഫെയർനെസ്. എത്തിക്കൽ എക്സിക്യൂട്ടീവ്സ് ആർ ഫെയർ ആൻഡ് ജസ്റ്റ് ഇൻ ഓൾ ഡീലിങ്സ്. ഇക്വിറ്റി, ജസ്റ്റ് ആൻഡ് ഫെയർ, അതിൽ സമത്വം. അല്ല, അതുപോലെ തന്നെ ഡു നോട്ട് എക്സൈസ് പവർ ആർബിട്രറിലി. അവർ സ്വന്തമായിട്ട് ഒരു ഏകാധിപത്യപരമായിട്ട് തീരുമാനം എടുക്കാൻ വേണ്ടി പാടില്ല. അവിടെ ഫെയർ ആൻഡ് ജസ്റ്റിസ് ആയിരിക്കണം. സാമാന്യ രീതിയിൽ എല്ലാവർക്കും നീതിപൂർവമായിരിക്കണം അയാളുടെ ഇടപെടലുണ്ടാകുക. മറ്റൊന്ന് കൺസേൺ ഫോർ അതേഴ്സ്. എത്തിക്കൽ എക്സിക്യൂട്ടീവ്സ് ആർ കെയറിങ്, കമ്പാഷനേറ്റ്, ബെനോവലൻറ്റ് ആൻഡ് കൈൻഡ്. ദേ ലൈക്ക് ദ ഗോൾഡൻ റൂൾ, ഹെൽപ്പ് ദോസ് ഇൻ നീഡ്സ്. ആവശ്യമുള്ളവരെ അവർ മറ്റുള്ളവരെ പ്രശ്നങ്ങൾ എമ്പതി ഉണ്ടായിരിക്കണം, മറ്റുള്ള പ്രശ്നങ്ങളോട് അറിഞ്ഞ് ഇടപെടാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. റെസ്പെക്റ്റ് ഫോർ അതേഴ്സ്. റെസ്പെക്റ്റ് അതേഴ്സ്, ദർ ഡിഗ്നിറ്റി, ഹ്യൂമൻ ഡിഗ്നിറ്റി, ഓട്ടോണമി, പ്രൈവസി, റൈറ്റ്സ്, എവറിത്തിങ് ഷുഡ് ബി റെസ്പെക്റ്റഡ്. ലോ അബൈഡിങ്. എത്തിക്കൽ എക്സിക്യൂട്ടീവ്സ് അബൈഡ് ബൈ ലോസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് റിലേറ്റഡ് ടു ദർ ബിസിനസ് ആക്ടിവിറ്റീസ്. ദെൻ കമ്മിറ്റ്മെൻറ്റ് ടു എക്സലൻസ്. Thus, the ethical management pursue excellence in performing their duties. എക്സലൻ്റ് ആയിരിക്കണം, അവരുടെ വർക്കൊക്കെ എക്സലൻ്റ് ആയിട്ടുള്ള ആ ഒരു ശ്രമം അവർ ഭാഗത്തു നിന്നുണ്ടായിരിക്കണം. ഇപ്പം ലീഡർഷിപ്പ്. എത്തിക്കൽ മാനേജ്മെൻറ്റ് ഈസ് കോൺഷ്യസ് ഓഫ് ദ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് ദ പൊസിഷൻ ഓഫ് ലീഡർഷിപ്പ്. അവർക്ക് ലീഡർഷിപ്പ് അറ്റൈൻ ചെയ്യാനുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും ഉണ്ട് എന്ന് മനസ്സിലാക്കി തന്നെ അവർ പ്രവർത്തിക്കണം. മറ്റൊന്ന് റെപ്യൂട്ടേഷൻ ആൻഡ് മൊറൈൽ. എത്തിക്കൽ മാനേജേഴ്സ് സീക്ക് ടു പ്രൊട്ടക്റ്റ് ആൻഡ് ബിൽഡ് ദ കമ്പനീസ് ഗുഡ് റെപ്യൂട്ടേഷൻ ആൻഡ് ദ മൊറൈൽ ഓഫ് ഇറ്റ്സ് എംപ്ലോയീസ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാനേജ്മെൻറ്റും അല്ലെങ്കിൽ ബിസിനസ്സുകാരും പിന്നെ അവരുടെ കമ്പനിയുടെ റെപ്യൂട്ടേഷൻ കീപ്പ് ചെയ്യുന്ന രീതിയിൽ തന്നെ പ്രവർത്തിക്കണം. അതുപോലെ തന്നെ തൊഴിലാളികളുടെ ജോബ് സാറ്റിസ്ഫാക്ഷൻ, ഒരു സംതൃപ്തി ഉണ്ടായിരിക്കണം, ജോലി ചെയ്യുന്നവർക്ക് സംതൃപ്തി ഉണ്ടായിരിക്കണം. മറ്റൊന്ന് അക്കൗണ്ടബിലിറ്റി മീൻസ് എത്തിക്കൽ മാനേജേഴ്സ് അക്നോളജ് ആൻഡ് ആക്സെപ്റ്റ് പേഴ്സണൽ അക്കൗണ്ടബിലിറ്റി for the ethical quality of their decisions and omissions to themselves. They are accountable, answerable. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ ഉത്തരവാദിത്തപ്പെട്ടവരായിരിക്കണം, അവരായിരിക്കണം അതിൻ്റെ മറുപടി പറയേണ്ടത്. ഓക്കെ, പ്രിൻസിപ്പിൾസ് ഓഫ് ബിസിനസ് എത്തിക്സ്. നെക്സ്റ്റ്, സേക്രഡ്നെസ് ഓഫ് മീൻസ് ആൻഡ് എൻഡ്സ്. This is the first and most important principle of business ethics. It emphasizes that the means and techniques adopted to serve the business ends must be sacred and pure. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഗുഡ് എൻഡ് കനോട്ട് ബി അറ്റൈൻഡ് വിത്ത് റോങ് മീൻസ്. അതായത് നമ്മുടെ ലക്ഷ്യം, നമ്മൾ മാർഗത്തെ സാധ്യത നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, ലക്ഷ്യം നല്ലതാണെങ്കിൽ നമ്മുടെ മാർഗവും എന്തായിരിക്കും, നല്ലതായിരിക്കും. അപ്പോൾ മാർഗവും ലക്ഷ്യവും രണ്ടും ഒരേപോലെ തന്നെ ആയിരിക്കണം. ലാഭം ഉണ്ടാക്കുന്ന വളഞ്ഞ വഴിയിൽ കൂടെ ലാഭം ഉണ്ടായിക്കൂടാന്ന് അർത്ഥം, മനസ്സിലായി? ഇപ്പോൾ ലാഭം ഉണ്ടാക്കണമെങ്കിൽ ബിസിനസ് ചെയ്ത് സാധനങ്ങൾ വിറ്റ് അങ്ങനെ ഉണ്ടാക്കണം, അല്ലാതെ ഇല്ലീഗലായിട്ട് ബിസിനസ്സൊക്കെ നടത്തി ഇപ്പോൾ കള്ളക്കടത്തുനിന്നൊക്കെ ലാഭം ഒരുപാടുണ്ടാവും, പക്ഷെ അത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അംഗീകരിക്കുന്നില്ല. നോട്ട് ടു ഡു എനി എവിൽ, നമ്മൾ തെറ്റായിട്ടൊന്നും ചെയ്യാൻ വേണ്ടി പാടില്ല. ദിസ് പ്രിൻസിപ്പിൾ ഓഫ് ബിസിനസ് എത്തിക് ഇൻഡിക്കേറ്റ് ദാറ്റ്
It is unethical to do a major evil to another or to oneself, whether this evil is a means or an end. അതായത് നമ്മുടെ ബിസിനസ്സിൻ്റെ അകത്ത് തെറ്റായിട്ട് കാര്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടി പാടില്ല. തെറ്റായിട്ട് കാര്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് മോശമായിട്ട് കാര്യങ്ങളാണെങ്കിൽ അവർ ചെയ്യാൻ വേണ്ടി പാടില്ല. മറ്റൊന്ന് നോൺ കോപ്പറേഷൻ ഇൻ ഇവിൾ. നോൺ കോപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ ചിലപ്പം പലപ്പോഴും പല കാര്യങ്ങൾ തെറ്റായ കാര്യങ്ങൾ ഇടപെടാറുണ്ട്. ഇപ്പം മായം ചേർക്കുക അങ്ങനെയുള്ള വിഷയങ്ങൾ. അപ്പം നോട്ട് കോപ്പറേറ്റ് ഇൻ സച്ച് ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ്. മറ്റൊന്ന് കോപ്പറേഷൻ വിത്ത് അതേഴ്സ്. It is another important principle of business ethics. This principle clearly points out that the business should help others only in that condition when others deserve. മറ്റുള്ളവരെ സഹായിക്കുക, മറ്റുള്ളവരെ ഒത്തൊരുമ സഹകരിക്കുക. പക്ഷെ അത് തോന്നണം വെദർ ദേ ഡിസേർവ് ഇറ്റ്. അവർ ഡിസേർവ് ചെയ്യുന്നവരാണെങ്കിൽ അവരുമായിട്ട് സഹകരിക്കാം. മറ്റൊന്ന് പബ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ if everyone knows, none gets opportunity to do an unethical act. എന്താണ് അൺഎത്തിക്കൽ എന്ന് എല്ലാവർക്കും അറിയുമെങ്കിൽ ആർക്കും അത് ചെയ്യാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ പബ്ലിസിറ്റി കൊടുക്കുക. അൺഎത്തിക്കൽ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പബ്ലിസിറ്റി കൊടുത്ത് അവരെ തടയാം. ദെൻ ഇക്വിവാലന്റ് ടു പ്രൈസ് എന്നുള്ള അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ ദ പീപ്പിൾ ആർ എൻറ്റൈൽഡ് ടു ഗെറ്റ് ഗുഡ്സ് ഈക്വൽ ടു ദ വാല്യൂ ഓഫ് മണി ദാറ്റ് ഹീ വിൽ പേ. അതായത് നമ്മൾ മുടക്കുന്ന പണത്തിന് അനുസൃതമായിട്ട് നമ്മൾക്ക് ഒരു സാധനം കിട്ടാൻ അർഹതയുണ്ട്. അതാണ് ഈക്വലൻ്റ് പ്രൈസ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ എത്രയാണോ നമ്മൾ ഇറക്കുന്ന മുതൽ മുടക്കിനനുസരിച്ച് നമ്മൾക്ക് കിട്ടാനുള്ള അർഹതയുണ്ട്. എന്ന് പറഞ്ഞാൽ നല്ല സാധനത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തു, പക്ഷേ സെക്കൻഡ് ഹാൻഡ് സാധനം നമുക്ക് തന്നു വിചാരിച്ചോ, ഇറ്റ് ഈസ് അൺഎത്തിക്കൽ. അത് സർവീസ് മോട്ടോ ആണ്. സേവന ചെയ്യണമെന്നില്ല. Businessman must be guided by service motto, then universal value. Then that means conduct of business should be done on the basis of universal values. നമ്മളെ പ്രാപഞ്ചികമായ എല്ലാവരുടെയും അംഗീകരിക്കുന്ന മൂല്യങ്ങൾക്കനുസൃതമായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. മറ്റൊന്ന് ഓട്ടോണമി. ബിസിനസ് ഷുഡ് ഹാവ് സം ഓട്ടോണമി, ഇൻഡിപെൻഡൻറ്റ്. ദെൻ പ്രോമിസ് കീപ്പിംഗ് ആയിരിക്കണം. മറ്റൊന്ന് നോൺ വയലൻസിൽ ഇൻവോൾവ് ചെയ്യാൻ വേണ്ടി, പിന്നെ നോൺ വയലൻ്റ് ആയിരിക്കണം. വയലൻസിലൊന്നും നോട്ട് ഇൻവോൾവ്ഡ് ഇൻ എനി വയലൻസ് ആക്ടിവിറ്റീസ്. ദീസ് ആർ ദ പ്രിൻസിപ്പിൾ ഓഫ് ബിസിനസ് എത്തിക്സ്. മറ്റൊന്ന് ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എത്തിക്സ് നമ്മൾ പറയുന്നത് ഇൻക്രീസ് ഗുഡ്വില്ലാണ്. നമ്മളെ ബിസിനസ് എത്തിക്സ് കൊണ്ട് ബിസിനസ്സിൻ്റെ ഗുഡ്വിൽ ഇൻക്രീസ് ചെയ്യും. ഇൻക്രീസ് മ്യൂച്വൽ ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ്, ഹെൽപ്സ് പ്രൊഫഷണലൈസേഷൻ ഓഫ് മാനേജ്മെൻറ്റ്, പ്രൊട്ടക്റ്റ് ഈച്ച് അതർ, ദെൻ റിലീസ് ഫ്രം ടെൻഷൻ, പെർപ്പച്വൽ സക്സഷൻ, ടു ഫേസ് ചാലഞ്ചസ്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത്. മറ്റൊന്ന് ലിമിറ്റേഷൻസ്. പ്രധാനമായ ലിമിറ്റേഷൻസ് ഓഫ് ബിസിനസ് എത്തിക്സ് ഈസ് നോ റിവാർഡ് ഫോർ എത്തിക്കൽ കണ്ടക്ട്. നോബഡി വിൽ ഗെറ്റ് റിവാർഡ് വെൻ ദേ ആർ പെർഫോമിങ് സം സർട്ടൻ എത്തിക്കൽ കണ്ടക്ട്. സംടൈം ഇറ്റ് മെ നോട്ട് ബി recognized, appreciated by the society. ചില നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ആൾക്കാർ ചിലപ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യണമെന്നില്ല, ഒരു റിവാർഡ് ഉണ്ടാകണമെന്നില്ല. അതാണ് ഇതിലൊരു പ്രശ്നം. മറ്റൊന്ന് ഡിഫിക്കൽട്ടി ഇൻ ഡിസൈഡിങ് ആൻ ആക്ട് ആസ് എൻ എത്തിക്കൽ ഓർ നോട്ട്. ഒരു പ്രവൃത്തി എത്തിക്കലാണോ നോൺ എത്തിക്കലാണോ എന്ന് നമ്മൾക്ക് പറയാൻ, അൺഎത്തിക്കലാണോ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഡിഫിക്കൽട്ടാണ്. ഇപ്പോൾ ലാഭം ഉണ്ടാക്കുന്നു. ആ ലാഭം ഉണ്ടാക്കുന്നതിൽ ചിലവർ നല്ല ലാഭം എടുക്കുന്നു, ചിലവർ കുറച്ച് ലാഭം എടുക്കുന്നില്ല. അപ്പോൾ നമ്മൾക്ക് ലാഭം ഉണ്ടാക്കുന്നത് എത്തിക്കലാണോ അൺഎത്തിക്കലാണോ? അപ്പോൾ ചിലവർ റീസണബിൾ റേറ്റ് എടുക്കുന്നു, ചിലവർ ഒരുപാട് ലാഭം എടുക്കുന്നു. അപ്പോൾ നമ്മൾക്കൊരു ഡിമാർക്കേഷൻ ഈസ് വെരി ഡിഫിക്കൽട്ട്. നോ പ്രോപ്പർ നോളജ് ഓഫ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്. ഒരു എത്തിക്കൽ സ്റ്റാൻഡേർഡ് എന്താണ്, എത്ര വരെ പ്രോഫിറ്റ് എടുക്കാം എന്ന് പറഞ്ഞാൽ നമുക്ക് ലാഭം എത്ര വരെ എടുക്കാം. ദർ ഈസ് നോ പ്രിസ്ക്രൈബ്ഡ് സ്റ്റാൻഡേർഡ്. ഓക്കെ. ദെൻ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നൊരു ഭാഗമുണ്ട്. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് നമ്മൾ പറഞ്ഞാൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ്. സോഷ്യൽ, ദാറ്റ് മീൻസ് ദ ബിസിനസ് ഈസ് റെസ്പോൺസിബിൾ ടുവേർഡ്സ് വേരിയസ് ഗ്രൂപ്പ്സ്. ബിസിനസ് അതിൻ്റെ ചുറ്റും പ്രവർത്തിക്കുന്നവരോട്, അതുമായി ബന്ധപ്പെടുന്നവരോടൊക്കെ എന്താണ്, റെസ്പോൺസിബിൾ ആണ്.
അപ്പോൾ ആ റെസ്പോൺസിബിലിറ്റി ആർ 3 ടൈപ്സ്: ഇക്കണോമിക് റെസ്പോൺസിബിലിറ്റീസ്, ലീഗൽ റെസ്പോൺസിബിലിറ്റീസ്, എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി. 3 ടൈപ്പ് റെസ്പോൺസിബിലിറ്റീസ് ആണുള്ളത്. ഇക്കണോമിക് റെസ്പോൺസിബിലിറ്റീസ്, ലീഗൽ റെസ്പോൺസിബിലിറ്റീസ്, മറ്റൊന്ന് ethical responsibilities. What is economic responsibility? Economic responsibility refers to society's expectation that organization will produce goods and services that are needed and desired by customers. അതായത് ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും വിപണനം നടത്തുകയും ചെയ്യാം. ഇതാണ് എക്കണോമിക് റെസ്പോൺസിബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന് ലീഗൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ related to the expectation that organization will comply with the laws set down by the society. അതായത് നിയമങ്ങൾ അനുസരിക്കണം. അതിനാണ് നമ്മൾ ലീഗൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. മറ്റൊന്ന് എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് കൺസേൺ വിത്ത് societal expectation that go beyond the law, such as the expectation that organization will conduct their affairs in a fair and just way. അതായത് നമ്മുടെ നിയമത്തിനപ്പുറം ചില കാര്യങ്ങൾ അവർ ചെയ്യുമ്പോഴാണ് അത് എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയാം. ചിലപ്പം അവർ ഒരു പക്ഷേ നമ്മൾ പാവപ്പെട്ടവർക്ക് കിറ്റ് കൊടുക്കുക, അല്ല അങ്ങനെ ഞാൻ ഒരു ഉദാഹരണം മാത്രമേ പറഞ്ഞത്. അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ബിസിനസ് ഇടപെടുന്ന വിചാരിച്ചോ, അല്ല ലാഭത്തിൻ്റെ ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ ചെയ്യുന്ന, അല്ലെങ്കിൽ അതുപോലെ തന്നെ കൊച്ചൗസ് ചിറ്റിലിപ്പള്ളി ചെയ്യുന്ന പോലെ അവരുടെ ഒരു ലാഭത്തിൻ്റെ ഒരു ഭാഗം സാന്ത്വന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുക. ഇതൊക്കെ എത്തിക്കൽ റെസ്പോൺസിബിലിറ്റിയാണ്. Responsibility towards different sections of the society. Business has responsibility towards owners, towards employees, towards consumers, towards suppliers, towards community, towards the government, towards inter-business relation. ഓണേഴ്സിനോട് എന്തൊക്കെയാണ് ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വേണ്ടതിനെ കുറിച്ചുള്ള ആർഗ്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ദർ ആർ ആർഗ്യുമെൻറ്റ്സ് ഫേവർ ഓർ ആർഗ്യുമെൻറ്റ്സ് എഗെയിൻസ്റ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വേണ്ടതിനെ കുറിച്ച് ശക്തമായ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഫൈനലി നമ്മൾ കണ്ടെത്തേണ്ട വസ്തുത എന്താണ്? ബിസിനസ് ഷുഡ് ഹാവ് സം റെസ്പോൺസിബിലിറ്റി. ബിസിനസ്സിന് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആവശ്യം തന്നെയാണ് എന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ കൺക്ലൂഷൻ എത്തേണ്ടത്. ഓണേഴ്സിന് എന്തൊക്കെയായിരിക്കും? ഓണേഴ്സിന് സേഫ്റ്റി ഓഫ് ദ ഫണ്ട്, എൻഷുർ ദ പ്രോപ്പർ റിട്ടേൺ, ഫെയർ ആൻഡ് ഹോണസ്റ്റ് ആൻഡ് പ്രൊവൈഡ് റിപ്പോർട്ട് ടു ദ ഓണേഴ്സ്. ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് അവരുടെ റെസ്പോൺസിബിലിറ്റി ചെയ്യുന്നത് ഓണേഴ്സിനോട്. എംപ്ലോയീസിനോട് വേണ്ടുന്നതാണ് എൻഷുർ ജോബ് സെക്യൂരിറ്റി, ദെൻ മെയിൻറ്റെയിൻ റിലേഷൻ വിത്ത് എംപ്ലോയീസ്, ദെൻ എൻഷുർ പ്രോപ്പർ സാലറി, ദെൻ പ്രൊവൈഡ് വർക്കിംഗ് കണ്ടീഷൻ എക്സെട്ര. ടുവേർഡ്സ് കൺസ്യൂമേഴ്സിനോട് എന്തൊക്കെയാണ്? ഗുഡ്സ് ഓഫേർഡ് ടു ദ കൺസ്യൂമർ അറ്റ് എ റീസണബിൾ പ്രൈസ്. Consumers should be given adequate freedom to select the product. Then exploitation of consumers should be avoided, etc. Prompt services to consumers must be ensured, etc. Suppliersനോട് എന്തൊക്കെയാണ്? Provide accurate information regarding the financial health of the organization to ensure reasonable price for the articles supplied and make a prompt repayment, etc. ഇനി സമൂഹത്തോട് എന്താണുള്ളത്? ടു ഇൻട്രൊഡ്യൂസ് തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ, ഒന്ന് ഇലാബറേറ്റ് നിങ്ങൾ ചെയ്തെടുക്കുക. Introduce the maintain such business policies and activities which helps in promoting the basic social values of the community. മറ്റൊന്ന്, develop a good relation with the community. Then minimize all kinds of pollution. Channelize the resources of the society in production lines and market their best use. അങ്ങനെയുള്ള വിഷയങ്ങളാണ് സമൂഹത്തോട്. മറ്റൊന്ന്, ഗവൺമെൻറ്റിനോട് പേ ടാക്സ് ഇൻ ടൈം, മെയിൻറ്റെയിൻ ഗുഡ് റിലേഷൻ വിത്ത് ഗവൺമെൻറ്, then help government in planning activities, etc. and have a fair trade practices with other, follow rules and regulations of the government, etc. ഇനി ടുവേർഡ്സ് ഇൻ്റർ ബിസിനസ്, നമ്മുടെ ബിസിനസ്സിൻ്റെ പരസ്പരം ബിസിനസ്സുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ഭാഗമായിട്ട് വരുന്ന റെസ്പോൺസിബിലിറ്റീസ്. ആക്സെപ്റ്റ് ദ വാല്യൂസ് ഓഫ് അതർ ബിസിനസ്, എക്സെട്ര. മറ്റ് ബിസിനസ്സുകളെ അംഗീകരിക്കുക, മറ്റ് ബിസിനസ്സുകൾ നടത്തുന്ന അവരുടെ വാല്യൂസ് ഒക്കെ അംഗീകരിക്കുക. ഇത്രയൊക്കെയാണ് നമ്മൾ റെസ്പോൺസിബിലിറ്റി ഭാഗത്തിൽ പഠിക്കുന്നത്. അതിന് അടുത്തത് നമ്മൾ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസിന് അങ്ങനെ കുറച്ച് ഭാഗങ്ങളുണ്ട്. എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് ഇൻ ബിസിനസ്, വേസ്റ്റ് മാനേജ്മെൻറ്റ്, വേസ്റ്റ് ഡിസ്പോസൽ എന്നൊക്കെയാണ് പഠിക്കുന്നത്.
പൊല്യൂഷൻ എന്നൊക്കെയാണ്. അത് അടുത്ത ക്ലാസ്സിൽ പറയാം.